കേട്ടോ. ഹലോ, എല്ലാവർക്കും ഡിമോൾ വൈബ്സിലേക്ക് സ്വാഗതം. ഇപ്പോഴോ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കില്ലേ? ഞങ്ങൾ വിഷുവായിട്ട് കൊന്നപ്പൂ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കുറച്ച് കൊന്നപ്പൂ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛരാട്ടാ, ഇത് പിന്നെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ട്. കണ്ട ഇഷ്ടംപോലെ കൊന്നപ്പൂണ് ഞങ്ങൾക്കിവിടെ. ഇത് മാത്രമൊന്നുമല്ല, വേണ്ട കാണിച്ചത്. ഞങ്ങളെ പറമ്പാണ്. പറമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളപ്പ് തന്നെ ഉണ്ട് ഇഷ്ടംപോലെ. ഇവിടെ കാഷ്യൂനട്ട് ഉണ്ട്, കാഷ്യൂനട്ട് പറങ്കിയണ്ടി ഒക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ പച്ചയാ. ഇത് ഭയങ്കര ഉയരത്തിലാണ്, എന്തുകൊണ്ട് നമുക്ക് കിട്ടില്ല. കണ്ടോ താഴെ കുറേ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട് താഴെ പൂക്കളൊക്കെ. അപ്പം നമുക്ക് വേറെ മരത്തിൻ്റെ ചെമ്പോത്ത് ഞങ്ങൾക്കൊരു വീട് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, ഇതെൻ്റെ വല്യമ്മയുടെ വീടാണ്. പണ്ടത്തെ വീടാണ്, കുറേ 10-50 കൊല്ലമൊക്കെ മുൻപുള്ള വീടാണ്. കണ്ടോ ഈ കല്ല് കണ്ടോ, മണ്ണിൻ്റെ കല്ലാണ്. മണ്ണ് കുഴച്ചിട്ട് മണ്ണൊക്കെ മിക്സ് ചെയ്ത് കുഴച്ച് കരി എന്തൊക്കെയോ മിക്സ് ചെയ്ത് കുഴച്ചുണ്ടാക്കിയിട്ട് ഉണക്കിയിട്ട് അങ്ങനെ കല്ലെടുത്തിട്ട് വെച്ച വീടാണ്. ഇവിടെ ഹൈടെക് ബാത്റൂമാണ്. അകത്ത് നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകാശമൊക്കെ കണ്ടിട്ട് നക്ഷത്രങ്ങളെ കണ്ട് കുളിക്കാം. നല്ല രസമാണ്. ഹൈഡി നമ്മുടെ പശു 2 പൈക്കളുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. അധികമൊന്നും കാണിച്ചു തരുന്നില്ല, അത്രമാത്രം കണ്ടാക്കി. ചെറിയൊരു സ്ഥലത്താണ് കിടക്കുന്നത്. വീടിനൊക്കെ മറ്റേ പാസ്സായതായിരുന്നു, അല്ല പാസ്സായി വരേണ്ടതായിരുന്നു വീടിന് എഴുതി കൊടുത്തിട്ട്. അപ്പോൾ ലൈഫ് മിഷൻ ഉണ്ടല്ലോ അതിന്. അപ്പോൾ 25 സെൻറ്റ് സ്ഥലമുണ്ട്, 1 സെൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവർ നൈസായിട്ട് ഒഴിവാക്കി. ജനറലായതുകൊണ്ട് പഞ്ചായത്തുകാർ പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്തുകാർ പിന്നെ ഭയങ്കര സഹകരണം. ഇത് കാരണം പഞ്ചായത്തുകാർ പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടാ, നമുക്കിത് പറിക്കാം. തോട്ടി വേണ്ടല്ലേ, തോട്ടി വേണ്ട. അതിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റില്ല, തോട്ടി വേണം.
സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പറിക്കും. കുറച്ച് കിട്ടി കണ്ടോ, തിരി കിട്ടി. ആ അത് കിട്ടുമല്ലോ. ഇഷ്ടം പോലെ കുട്ടിയാണ് എൻ്റെ വീട്ടില്. സൂചിച്ചെടുക്ക 1.5 വയസ്സിന്റെ 2 വയസ്സ് ജൂൺ 18 ആവും. ഇനി ചെക്കന് കാലുണ്ട് ചെയ്യാണ്ട് നോണ്ടി നടക്കുന്നൊക്കെ ഉണ്ട്. നാളെ വിഷല്ലേ, പൂ പൊട്ടിക്കാൻ വന്ന് നടക്കാണ്. ആ എന്നിട്ട് വെച്ച മുമ്പ് കിട്ടില്ല ഒക്കെ കുന്നത്താ. ഇതൊക്കെ തോട്ടിയോണ്ടെന്ന് അങ്ങനെ കിട്ടില്ല, അത് ഉറപ്പാണേ. ഇത് പിന്നെ തോട്ടത്തിലെ ബിന്ദു കഴിഞ്ഞാൽ നമ്മളൊക്കെ കൈയോട് കൊടുക്കുകയാണ്. അപ്പൊ അത് വലുതായി. അപ്പൊ ഞാൻ തോന്നി ചാടി കൊടുത്തു. പറ്റൂല പറ്റില്ല. ആ അതമ്മ ഒന്ന് പറഞ്ഞു. വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അമ്പിളിമാമൻ. ടാറ്റാ. എല്ലമ്മ ഞാൻ പോവാട്ടോ. ഓടിട്ടേ ഓടിട്ടേ. മുല്ലപ്പൂ അല്ല, സോറി, കൊന്നപ്പൂ നടന്നു പോണു. ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു. കൊന്നപ്പൂ പൊട്ടിക്കാൻ പോയതാ. എൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, ഡിമോൾ വൈബ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിമോൾ വൈബ്സ്, എൻ്റെ പേര് ഡിമോൾ. ഡിമോൾ എന്ന് പറഞ്ഞാൽ ധന്യമോൾ. ധന്യമോൾ എന്ന് പറഞ്ഞിട്ട് മോളെന്ന് വെച്ചിട്ട് ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ. മോളെന്ന് പറയുമ്പോൾ അത്ര പ്രായമില്ലെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എനിക്ക് 40 വയസ്സായി. 40 വയസ്സാവണു. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും, സന്തോഷമില്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. ഞാനും. ഇത് ഞങ്ങൾ പറമ്പാണ്. ഞങ്ങൾക്ക് പിന്നെ നടന്ന് കയറ്റിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കൊന്നപ്പൂ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കുറേ ഇങ്ങനെയുള്ള ഇങ്ങനെ കലപ്പിലെ വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക. വേർത്തു. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ അതും കൂടെ പറയാം. പുതിയ ലിപ്സ്റ്റിക്കാണ് സുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി. മീഷോയൊക്കെ അല്ലേ, അപ്പോൾ കെട്ടിയാണ് 2-3 ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ 4 ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, വാങ്ങി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ എൻ്റെ പേര് ധന്യ കേട്ടോ. ധന്യ. എല്ലാം വേണ്ട, നേരത്തെ പറഞ്ഞതല്ലേ, വേറെ പറയാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ വീട് പാലക്കാടാണ് കേട്ടോ. പാലക്കാടാണ്. പിന്നെ വർത്തമാനം പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ സഹിച്ചോളുക. എന്ന് വെച്ചെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കണം. അപ്പം ഇങ്ങനെ നല്ല ഡീസൻ്റായിട്ട് പറയണമെന്ന് നമുക്കറിയില്ല. നമുക്ക് എനിക്ക് പറയാനൊക്കെ അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെന്താണ്, പിന്നെ MA BEd ഒക്കെ കഴിഞ്ഞു. ടീച്ചറാണ്, പേരിനൊരു ടീച്ചറൊക്കെ ആണത് വേണ്ടല്ലോ അല്ലേ, അതിവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നൊരു അവസരത്തിൽ ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് പിന്നെ വീണ്ടും ഒരുപാട് വ്ളോഗ്സൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പം പതുക്കെ പറഞ്ഞുതരാം കേട്ടോ. ശരി എന്നാൽ. അല്ല, പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പഴയതി അങ്ങനെ ഓരോ വ്ളോഗിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു.
ഓക്കേ, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വിഷുവിന് വീണ്ടും കാണാം കേട്ടോ.